അപ്പോൾ ഇതാ പതിവ് പോലെ പാചകപ്പുരയിലോട്ട് കയറിയിട്ടുണ്ടേ. പാചകപ്പുരയിൽ കയറിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആഹാരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തൈറോയിഡിൻ്റെ ഒരു ഗുളികയും SLEയുടെ ഒരു ഗുളികയാണ്. അത് വെറും വയറ്റിൽ കഴിക്കാനുള്ളതാണ്. അതും കഴിച്ചിട്ട് പിന്നെ ഇതാ പാല് വന്നോ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ പാല് വന്നിട്ടില്ലായിരുന്നേ. അമ്മ ഇതാ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ കുപ്പി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ പാലൊന്നും വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചത് വീടൊക്കെ ഒന്ന് തൂത്തിടാന്ന് കേട്ടോ. അപ്പോൾ ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ ഇന്നലെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മണിയായപ്പോഴാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ മെഴുകുത്തിരിയുടെയും ഒക്കെ കഷ്ണങ്ങളൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം തൂത്തിട്ടു, ഇല്ലെങ്കിൽ ഉറുമ്പ് കയറും. മാത്രമല്ല ആരെങ്കിലും വേഗം കയറി വരുമ്പോഴത്തേക്ക് വീടൊക്കെ വൃത്തികേടായിട്ട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് തൂത്ത് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് എന്നിട്ട് ഞാനിതാ ഈ ഒരു പയറില്ലേ, നമ്മുടെ നീളം പയർ, മീറ്റർ പയർ എന്നൊക്കെ പറയും, ആ പയറൊന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ച് കേട്ടോ. അപ്പോൾ ഇന്നലെ മെഴുക്ക് വരട്ടി മോന് കൊടുത്തപ്പോൾ മോൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവന് തോരൻ വേണ്ട ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനിതാ ആ പയറൊക്കെ ഒന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പട്ടു കിടന്ന് ഭയങ്കര വിളിയായിരുന്നേ ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് കോരി കൊടുത്തപ്പോൾ അവൾ കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഇതാ സിറിഞ്ച് കൊണ്ട് ഇത് കുത്തി അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾ അടുത്തിരുന്ന് പറയാണ്, അമ്മ ഇതാ നമ്മളെ 3 പേരെയും കുത്തി അടച്ചതാണ്, അതുപോലെ തന്നെ അടച്ച് വളർത്തിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് മോളിതാ പറയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ ഏതാ കുത്തി അടച്ചിട്ട് പിന്നെ ഏതാ അടുക്കളയിലോട്ട് കയറിയ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കാണ് കേട്ടോ ബീട്രൂട്ട് തോരൻ. മോനും പിള്ളേർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു ബീട്രൂട്ട് തോരൻ. അവർക്ക് ഈ പയർ മെഴുക്ക് വരട്ടിയാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ പയർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം തികയത്തില്ല ഉച്ചത്തേക്ക്. അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് തോരൻ കൂടെ വെച്ചതാണ്. അങ്ങനെ ഏതാ പയർ മെഴുക്ക് വരട്ടി ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഏതാ അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ കുക്കറിൽ. അപ്പോൾ അത് വിസിലൊക്കെ പോയോ എന്ന് ഞാൻ നോക്കിയാണ് കേട്ടോ. അപ്പോൾ വിസിലൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇതാ വേഗത ചിക്കൻ കൂടെ പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കുറച്ച് ഒരു 5-6 പീസ് ഞാൻ എടുത്ത് വെച്ചിരുന്നേ സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് അമ്മ ചായയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായയും കുടിച്ചാണ് ഓരോ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചായ എനിക്ക് ഇത് രാവിലെയും വൈകുന്നേരം കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അന്നത്തെ ദിവസം പോക്കാണ്. അതുകൊണ്ട് ഇത് ഗുളിയൊക്കെ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കും കേട്ടോ. അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇതാ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 3 പേർക്കും പയർ മെഴുക്ക് വരട്ടി വെച്ചു. പിന്നെ ഇതാ ചിക്കൻ വെച്ചു. അങ്ങനെ ഇതാ കുറച്ച് അച്ചാറും കൂടെ വെച്ച് കൊടുക്കാമെന്ന് കരുതിയേ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, മാങ്ങ അച്ചാറെന്നല്ലേ? പക്ഷേ ഇത് മാങ്ങ അച്ചാറല്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ അമ്പഴങ്ങ കൊണ്ട് ഞാൻ വെച്ച അച്ചാറാണ് കേട്ടോ. അമ്പഴങ്ങ അച്ചാറാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, മാങ്ങ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ 3 പേർക്കും ചോറൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചോറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അവർ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.